ഹേ ഗായ്സ്, നമ്മുടെ മഹേഷിൻ്റെ കല്യാണ വീഡിയോൻ്റെ സെക്കൻഡ് പാർട്ടാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ കാലത്ത് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കല്യാണ ചെക്കനും പിന്നെ ശങ്കരേട്ടനൊക്കെ ഒരുങ്ങി സെറ്റായി വന്നു. അതിൻ്റെ ഇടയിൽ ഞാനും പോയിട്ട് പുറപ്പെട്ട് സെറ്റായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവൻ എന്നെ കളിയാക്കാണ്, ചേച്ചി മൊത്തം അലമ്പാക്കള പരിപാടി അല്ല വീഡിയോ ഒക്കെ എടുത്തിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ കളിയാക്കാണ് കേട്ടോ. അപ്പോൾ പെണ്ണിൻ്റെ വീട് കുറച്ച് അടുത്ത് തന്നെയാണ്. പെണ്ണിൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത അമ്പലത്തിലാണ് കല്യാണം. അതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ മണ്ഡപവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ഇവിടെ പൂജയും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ആയിട്ട് സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വീഡിയോഗ്രാഫറും ഫോട്ടോഗ്രാഫറൊക്കെ വന്നിട്ട് അവരവരുടെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളും ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു 8:30 ആവുന്ന സമയത്താണ് വണ്ടി പോവുക എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എൻ്റെ വ്ളോഗും കാര്യങ്ങളൊക്കെ നടക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ആദ്യമൊക്കെ കല്യാണത്തിനൊക്കെ പോയി കഴിഞ്ഞാൽ ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ചമ്മലാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്നല്ല വെച്ചെങ്കിൽ അവിടെ നിന്ന് പോവും, അല്ല വെച്ചെങ്കിൽ അവർ വിളിച്ചാൽ പോവില്ല, അങ്ങനെയായിരുന്നു. പക്ഷെ നമ്മുടെ വ്ളോഗും കാര്യങ്ങളൊക്കെ തുടങ്ങിയതിന് ശേഷം ആ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ കുറേശ്ശെ കുറഞ്ഞിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഇവർ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ വിളിച്ചപ്പോൾ നമ്മൾ പ്രശ്നമൊന്നും ഇല്ലാണ്ട് പോയി നിന്നായിരുന്നു കേട്ടോ. ആ ചളിപ്പൊക്കെ മാറി നമ്മൾ വ്ളോഗൊക്കെ എടുത്തിട്ട് അവരടുത്ത പ്രാർത്ഥനയും പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അവരുടെ അമ്മയും പിന്നെ അതുമാതിരി ബന്ധുക്കാരും സഹോദരിമാരൊക്കെ കൂടെ നിന്നിട്ടുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ ഇത് അവിടുത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പോൾ തന്നെ വണ്ടി വന്ന് കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അതിലത്തെ ഒരു വണ്ടിയിൽ കയറിയിട്ട് പോന്നു. നമ്മുടെ അവിടുത്തെ പോലെ ട്രാവലർ അല്ല കേട്ടോ, അവിടെ കുഞ്ഞു കുഞ്ഞു ബസ്സാണ് ഉണ്ടാവുക. ട്രാവലറിൻ്റെ വലിപ്പം ഉണ്ടാവുള്ളൂ, പക്ഷെ ബസ് മോഡലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അതിലൊരു ബസ്സിൽ കയറിയിട്ട് ഇവിടെ വന്നു. നമ്മൾ കുറച്ച് നേരം ആലിൻ്റെ അവിടെയൊക്കെ ഇരുന്ന് റെസ്റ്റൊക്കെ എടുത്തു കേട്ടോ. തൊട്ട് താഴത്തെ അമ്പലത്തിലാണ് കല്യാണമൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ഒരു കുട്ടി വന്നിട്ട് നമ്മൾ പ്രോഗ്രാമിനൊക്കെ പോണതാന്ന് പറഞ്ഞപ്പോൾ നോർമൽ ഡാൻസ് ആവുമെന്ന് വിചാരിച്ചിട്ട് അവൾക്ക് പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ക്ലാസ്സിലേക്ക് വരാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു നമ്മൾ നോർമൽ ഡാൻസ് അല്ല, ഫയർ ഡാൻസും അതുമാതിരി പൊയ്ക്കാൽ ഷോയൊക്കെയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ വീഡിയോസൊക്കെ കാണിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ അവൾക്ക് നോർമൽ ഡാൻസ് ആയിരുന്നു, ചിങ്ങി വന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് പഠിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതുമാതിരി ഫയർ ഡാൻസ് ആണെങ്കിലും നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു. അപ്പോൾ ഇവിടുത്തെ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ പെൺകുട്ടിയുടെ വീട്ടുകാർ ചെറുക്കനെ സ്വീകരിക്കുന്ന ചടങ്ങും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ.
അങ്ങനെ നമ്മൾ അമ്പലത്തിൽ കെട്ടൊക്കെ കഴിഞ്ഞു ഇവിടെ മണ്ഡപത്തിലെത്തിയിട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ താലി കെട്ടുന്ന വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല. അവർ താലി കെട്ടുന്ന പൊസിഷൻ അങ്ങോട്ട് ഇങ്ങോട്ട് മാറിയതോട് കൂടിയിട്ട് വീഡിയോ ചേട്ടന്മാരും ഫോട്ടോഷൂട്ടിൻ്റെ ആൾക്കാരൊക്കെ കൂടെ വന്നിട്ട് ആകെ തിരക്കായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ തിക്കും തിരക്കിൻ്റെ ഉള്ളിലേക്ക് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് മാറി നിന്നായിരുന്നു. അത് കാരണം കൊണ്ട് അതൊന്നും വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് വീഡിയോ എടുക്കുക അങ്ങനെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നേരെ മണ്ഡപത്തിലേക്ക് വന്നു. അവിടെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ എനിക്ക് എടുക്കാൻ പറ്റി. കാരണം അതിന് തൊട്ടടുത്ത് തന്നെ നമ്മൾ ആദ്യമേ പോയിട്ട് നിന്നായിരുന്നു കേട്ടോ. അല്ലാതെ തിരക്കിൻ്റെ ഇടയിൽ കൂടെ ഇടിച്ചു കുത്തി കയറുന്നതൊന്നും എനിക്കങ്ങനെ ഇഷ്ടമില്ലാത്തൊരു കാരണം കൊണ്ട് എനിക്കതൊന്നും വീഡിയോസ് എടുക്കാനും പറ്റിയില്ല. അപ്പോൾ നമ്മളിവിടെ ഓൾറെഡി വന്ന് നിന്ന കാരണം കൊണ്ട് നമുക്ക് ഈ വീഡിയോസൊക്കെ കറക്റ്റായിട്ട് കിട്ടിയായിരുന്നു. പിന്നെ നമ്മൾ അവിടെ മഞ്ഞ ചരടിന് മുകളിൽ താലി കെട്ടിയതിന് ശേഷം ഇവിടെ മണ്ഡപത്തിൽ വന്നതിന് ശേഷമാണ് കേട്ടോ മാലയും കാര്യങ്ങളൊക്കെ ഇട്ടത്. പിന്നെ ഇവിടെയും കുറേ ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. ചെക്കൻ്റെയും പെണ്ണിൻ്റെയും വീട്ടുകാരും ബന്ധുക്കാരൊക്കെ ആയിട്ട് ദക്ഷിണ വയ്ക്കലും അനുഗ്രഹം വാങ്ങലും അങ്ങനത്തെ ചടങ്ങുകളൊക്കെ ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ മഹേഷിൻ്റെ അമ്മേനെയും അനിയത്തിമാരേനെയും മാത്രമാണ് നമുക്ക് പേഴ്സണലായിട്ട് അറിയുള്ളൂ. നമുക്ക് മഹേഷിനെ മാത്രമേ അറിയുള്ളൂ. നമ്മൾ കല്യാണത്തിന് ചെന്നിട്ടാണ് അവൻ്റെ അമ്മേനെയും അനിയത്തിമാരേനെയൊക്കെ പരിചയപ്പെടുന്നത്. അതല്ലാതെ ബാക്കിയുള്ളവർ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറഞ്ഞു തരാനായിട്ട് അറിയില്ല. അവരുടെ സ്വന്തക്കാരും ബന്ധുക്കാരൊക്കെ ആയിരിക്കും. പക്ഷേ ഇന്ന ആൾക്കാരാണെന്ന് പറഞ്ഞു തരാൻ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ അവർ തൊട്ടടുത്ത് അമ്മ നിൽക്കുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്കും അവർക്കൊക്കെ ബന്ധുക്കാർക്കൊക്കെ ദക്ഷിണ കൊടുത്ത് അനുഗ്രഹം വാങ്ങിക്കുകയാണ് മഹേഷ്. പെണ്ണിനെ ഒരുക്കാൻ പോയി
എൻ്റെ പൊന്നോ, അങ്ങനെ ഒരു കല്യാണം കഴിഞ്ഞല്ലേ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വന്ന് നല്ല വെയിലും നല്ല ചൂടും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ സമയത്ത് തന്നെ വണ്ടിയിൽ കയറി ഇരിക്കേണ്ടെന്ന് വിചാരിച്ചതാണ് കേട്ടോ നമ്മൾ വന്ന ബസ് എന്ന് പറയുന്നത്. കുഞ്ഞ് ബസ്സാണ്. അപ്പോൾ പുറത്ത് വന്ന് നിന്നിട്ട് നമ്മളിങ്ങനെ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ ഒരാൾ മുടിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് വിഷമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വണ്ടിയുടെ ഉള്ളിലത്തെ അവസ്ഥ ഇതാണ്. ഗംഭീര ഡാൻസും പാട്ടും ബഹളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ ഇരിക്കാൻ സീറ്റ് കിട്ടിയില്ലായിരുന്നു, തിരിച്ചു വരുമ്പോൾ ഇരിക്കാൻ സീറ്റ് കിട്ടി. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എടുത്ത വീഡിയോ ആണ്. നമ്മളിവിടെ വന്നിട്ട് ഞാൻ കുറച്ച് നേരം ഉറങ്ങിപ്പോയി. ഉറക്കത്തുനിന്ന് മഹേഷിൻ്റെ പെങ്ങൾ എന്നെ വന്ന് തട്ടി വിളിച്ചിട്ട് പറയാണ്, ഇവിടെ ദേ പെൺകുട്ടി വന്നിട്ട് നാളികേരൊക്കെ ചിരകുന്നുണ്ട്, കാണാൻ വായോ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വന്ന് ഉറക്കച്ചടവിൽ ഞാൻ വന്ന് പുറത്തിറങ്ങി നോക്കിയപ്പോഴാണ് കേട്ടോ ആ കുട്ടി പാവം അവിടെ ഇരുന്നിട്ട് നാളികേരം ചിരകണ് കണ്ടത്. നമ്മൾ പറയില്ലേ കല്യാണ ചെക്കൻ്റെ അതുമാതിരി ഫ്രണ്ട്സൊക്കെ ഉണ്ട് വെച്ചിങ്ങനെ റാഗ് ചെയ്യുമെന്ന് പറയില്ലേ, അതുമാതിരി ഒരു പണിയായിപ്പോയി. പാവം അവരുടെ മുറ്റത്താണെങ്കിൽ മഴ പെയ്തിട്ട് വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ആ സാരി കൊടുത്തിട്ട് ആകെ കഷ്ടപ്പെട്ടിട്ട് ഇരുന്നിട്ട് അത് നാളികേരം ചിരകണുണ്ടായിരുന്നു കേട്ടോ. ഇതൊന്നും അറിയാണ്ട് ഒരാൾ ഇവിടെ കിടന്ന് ഉറക്കത്തോടെ ഉറക്കാണ്. അവിടെ ചെന്നിട്ട് ഇങ്ങോട്ട് നോക്കി മനുഷ്യൻ അപ്പുറത്ത് നിന്നില്ലേ, അപ്പുറത്ത് നിന്നിട്ട് ഇങ്ങോട്ട് നോക്കിയിരിക്കണേ. ഇനി പാല് പഴം എല്ലാം കഴിയണം. ഉറക്കത്തുനിന്ന് എണീറ്റിട്ട് ഒരാൾ കായൽ കാണാൻ പോവാന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കായലിൻ്റെ അവിടേക്ക് വിളിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കാലത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ധാവണിയാണ്. അപ്പോൾ പോയി വന്നപ്പോൾ തന്നെ എനിക്ക് ആകെപ്പാട് അസ്വസ്ഥ അടിച്ചിട്ട് ഞാൻ ധാവണിയൊക്കെ മാറ്റിയിട്ട് ചുരിദാറാക്കിയായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ വൈകുന്നേരത്തേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ ഇനിയിപ്പോൾ ഈ ഡ്രസ്സ് ധാവണി എടുത്തിട്ട് ട്രെയിനിലേക്ക് കയറി പോകാൻ ഭയങ്കര പാടല്ലേ. അപ്പോൾ അത് കാരണം വിചാരിച്ചു വൈകിട്ടത്തേക്ക് ചുരിദാർ ഇടാം, റിസപ്ഷന് ചുരിദാർ ഇടാം, അത് കഴിഞ്ഞിട്ട് അങ്ങനെ പോവുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ കായലിൻ്റെ ഭംഗി ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ കായലും കടലും കൂടിയിട്ട് ഒരുമിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ കടലിൽ തിര വരുന്ന പോലെ ഇവിടെ വെള്ളത്തിൽ തിര വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് കാരണം നല്ല രസമുണ്ടായിരുന്നു അത് കാണാനായിട്ട്. അപ്പോൾ ഞാൻ ശങ്കരേട്ടൻ്റെ അടുത്ത് പറയാം, ശരിക്കും കടലിൽ പോയ പോലെ ഉണ്ട് അല്ലേ, തിര വരുന്നുണ്ട് അല്ലേ എന്നൊക്കെ. അപ്പോൾ അവിടുത്തെ ഒരു ചേട്ടനാണ് പറഞ്ഞത് ഇവിടെ കായലും കടലും കൂടിയിട്ട് ഒരുമിക്കുന്നതാണ് എന്ന്. പിള്ളേരൊക്കെ വെള്ളത്തിൽ കിടന്നിട്ട് കളിച്ച് ആകെ അലമ്പാക്കുന്നുണ്ടായിരുന്നു. അപ്പുറത്തുനിന്ന് പോയിട്ട് ചളി ചവിട്ടിക്കൊണ്ടുവരിക, ഇവിടെ കൊണ്ടുവന്നിട്ട് കഴുകുക, അതാണ് അവരുടെ മെയിൻ പരിപാടി. അതിനുശേഷം ഒരാൾ എന്താ പറയുക കുളിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു കേട്ടോ. വേഗം ഡ്രസ്സൊക്കെ മാറ്റിയിട്ടിട്ട് ചെരുപ്പൊക്കെ എടുത്ത് വെച്ചിട്ട് ആൾ ഭയങ്കര ഷോ ആയിരുന്നു വെള്ളത്തിലിരുന്നിട്ട്. കക്കനെ പിടിച്ച് കാണിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഗംഭീര ഷോ കാണിക്കുന്നുണ്ടായിരുന്നു. വെള്ളത്തിലിരുന്നിട്ട് അങ്ങോട്ട് മറിയുന്നു ഇങ്ങോട്ട് മറിയുന്നു, കാണാൻ നല്ല രസമുണ്ടായിരുന്നു. അവർക്ക് ഇതൊക്കെ ഇവിടെ ഭയങ്കര പരിചിതമല്ലേ, അവരെ നാടല്ലേ. അങ്ങനെ കായലിൻ്റെ ഭംഗി ആസ്വദിക്കലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് മഹേഷിൻ്റെ വീട്ടിലേക്കാണ്. അത് നമ്മൾ ടെറസിൻ്റെ മുകളിലൊന്ന് കയറി നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ നിന്നിട്ടുള്ള വീഡിയോസാണ് കേട്ടോ പിന്നീട് ഞാൻ കുറച്ച് നേരം എടുത്തത്. ഒരാളിത് അവിടെ ഫോണിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയോ തോണ്ടി കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ തൊട്ടപ്പുറത്ത് ബോക്സിൽ പാട്ട് വെച്ചിട്ടുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ ഫോണിൽ നോക്കി കഴിഞ്ഞാൽ ഒന്നും കേൾക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടോ ബോക്സിൽ പാട്ട് വെച്ചിട്ടുണ്ട്. ഇവിടെ പിള്ളേർ താഴത്ത് കിടന്നിട്ട് ഭയങ്കര ഡാൻസാണ്. അപ്പോൾ ഇതാ കല്യാണ ചെക്കനും പെണ്ണൊക്കെ റിസപ്ഷന് റെഡിയായിട്ട് സെറ്റായിട്ട് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വൈകിട്ട് ഒരു 4 മണിയൊക്കെ ആവാറാവുമ്പോൾ പെൺകുട്ടിയുടെ വീട്ടിൽ നിന്ന് ചെക്കൻ്റെ വീട് കാണാൻ വേണ്ടിയിട്ട് ആൾക്കാർ വരും. ഇവരെ നാട്ടിൽ പറയാം മറുവീട് കാണാൻ വരിക എന്നാണ് പറയുക കേട്ടോ. നമ്മുടെ നാട്ടിൽ 4ാം കല്യാണം വരിക എന്നൊക്കെ പറയും. അപ്പോൾ പെൺകുട്ടിയുടെ വീട്ടുകാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി അവിടെ കാത്തു നിൽക്കുന്നുണ്ട് കേട്ടോ, ആ വീട്ടിലെ ആൾക്കാരനൊക്കെ. അപ്പോൾ അലമാരയൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇവർക്ക് വേണ്ടിയിട്ട്. പിന്നെ ഒരു കൊല കായൊക്കെ കൊണ്ടുവരുന്നുണ്ട് കേട്ടോ.
അങ്ങനെ വീട്ടുകാരെ കണ്ടപ്പോൾ ആ കുട്ടി അവിടെ പോയി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതേ റിസപ്ഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് വീഡിയോ എടുത്തിട്ട് ഞങ്ങളും താഴത്തേക്ക് ഇറങ്ങി ചെന്നു. അങ്ങനെ ഫുഡ് കഴിക്കേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ചു. മാത്രമല്ല നമുക്ക് തിരിച്ചു പോരാനുള്ള സമയമായിട്ടുണ്ടായിരുന്നു. നമ്മൾ വൈകുന്നേരം ഒരു 6 മണി കഴിഞ്ഞിട്ടൊക്കെയാണ് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. അവിടെ നിന്ന് ഒരു 7:30-8 മണിയോട് കൂടിയിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. നമുക്ക് പോകാനുള്ള ട്രെയിൻ കാത്തിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ മഹേഷിൻ്റെ കല്യാണമൊക്കെ കൂടി നമ്മൾ തിരിച്ച് നാട്ടിലേക്ക് പോവുകയാണ്. നാട്ടിൽ വന്നൊരു ചായയൊക്കെ കുടിച്ച് നമ്മൾ തിരിച്ചു പോന്നു കേട്ടോ. അങ്ങനെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മഹേഷിൻ്റെ കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളും നമ്മുടെ യാത്രയും കാര്യങ്ങളൊക്കെ ആയിരുന്നു ഈ വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ ഗായ്സ്.